ഏഴാം ക്ലാസ്സിൽ CBSE പഠിക്കുന്ന ഒരു കുട്ടി എട്ടാം ക്ലാസ്സിലേക്ക് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറണോ എന്നുള്ളൊരു ചോദ്യം പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട്. ഇതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസും ഉണ്ട് കേട്ടോ. അതായത് ഏഴാം ക്ലാസ് വരെ കുട്ടിയുടെ ഇംഗ്ലീഷൊക്കെ നന്നാക്കാം, ഒരു ഫ്ലുവൻസി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും പക്ഷേ CBSE ചേർത്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ NCERT സിലബസ് അത്യാവശ്യം ഡീപ്പാണല്ലോ, അപ്പോൾ കുട്ടി പഠിക്കുന്ന സ്റ്റാർട്ടിങ് മുതൽ തന്നെ അത്യാവശ്യം ഡീപ്പറായിട്ട് പഠിച്ചു തുടങ്ങട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും CBSE ചേർത്തിട്ടുണ്ടാവുക. പക്ഷേ ഏഴാം ക്ലാസ് ആയപ്പോഴേക്ക് കുട്ടിക്ക് അത്രത്തോളം സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല, എക്സാം ഒരു പക്ഷേ ടഫായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലോ, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. 10ാം ക്ലാസ്സിലാവുമ്പോൾ എളുപ്പത്തിൽ ഫുൾ A+ ഒക്കെ സ്കോർ ചെയ്യാൻ സ്റ്റേറ്റ് സിലബസ് ആണ് നല്ലത്, ലിബറൽ വാല്യുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്ന ആളുകളുണ്ട്. ഇനി അതല്ല, മറ്റൊരു കാരണം CBSE കുട്ടികൾക്ക് ഇപ്പോൾ ഫുൾ A1 കിട്ടിയ കുട്ടികൾക്ക് പോലും +1 ഏകജാലകം അഡ്മിഷൻ വഴി +1 സീറ്റ് കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. കാരണം SSLCയുടെ റിസൾട്ട് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും CBSE റിസൾട്ട് വരാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പല സീറ്റുകളും വാക്കൻസി ഫില്ലായിട്ടുണ്ടാകും, സീറ്റ് ഫുള്ളായിട്ടുള്ള അവസ്ഥയൊക്കെയാണ് സ്റ്റേറ്റ് സിലബസിലുള്ള +1 +2 സ്കൂളുകൾ ഹയർ സെക്കൻഡറിക്ക് അഡ്മിഷൻ കിട്ടുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ പാരൻസ് പറയാറുള്ളത്. പക്ഷേ പാരൻസ് ശ്രദ്ധിക്കുക, യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ എവിടെ പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞു 8ൽ എവിടെ പഠിക്കണം, 10ൽ എവിടെ പഠിച്ചാലാണ് നല്ല മാർക്ക് കിട്ടുക എന്നുള്ളതിനുപരി ഏത് സിലബസ് പഠിക്കണം, കുട്ടി NCERT പഠിക്കണോ അല്ലെങ്കിൽ SCERT ആണോ കുട്ടിക്ക് നല്ലത്, NCERT പഠിക്കുകയാണെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കുട്ടിക്കുള്ളത്, അല്ലെങ്കിൽ SCERT ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നതെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുമോ, ഈ പറഞ്ഞ ലിബറൽ വാല്യുവേഷൻ ആണ് എളുപ്പത്തിൽ 10ാം ക്ലാസ്സിൽ സ്കോർ ചെയ്യാം, +1 എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ശരി, അതല്ലാതെ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് എക്സ്ട്രാ ആയിട്ടുണ്ടോ എന്നുള്ളൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. 7ാം ക്ലാസ്സിൽ CBSE പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റ് രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് എന്താണ് CBSEയും സ്റ്റേറ്റ് സിലബസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ രണ്ട് സിലബസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവുക അല്ലേ. എന്താണ് ഇതിൽ CBSEയിലും സ്റ്റേറ്റ് സിലബസിലും ഉള്ള മാറ്റങ്ങൾ, എന്ത് മാറ്റങ്ങളാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, എവിടെ പഠിച്ചാലാണ് നല്ല സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് സിലബസാണ് നല്ലതെന്ന് നോക്കാം. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ NCERT ആണ് CBSEയിൽ കുട്ടികൾ പഠിക്കുന്ന സിലബസ്. സ്റ്റേറ്റ് സിലബസിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള SCERT ആണ് സ്റ്റേറ്റ് സിലബസിലുള്ള സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ NCERT ആണ് ആക്ച്വലി ഒരുപാട് നാഷണൽ ലെവലിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ NCERT ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അതേസമയം SCERT ബേസ് ചെയ്തുകൊണ്ടല്ല ഈ പറഞ്ഞ നാഷണൽ ലെവലിലുള്ള എക്സാമുകൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. നാഷണൽ ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ +2 കഴിഞ്ഞിട്ട് ഇന്ന് ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും അവിടെയൊക്കെ ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട് അല്ലേ. ഇപ്പൊ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കാണ് കുട്ടി പോകുന്നതെങ്കിൽ JEE എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. ഇനി മെഡിക്കൽ മേഖലയിലേക്കാണ് പോകുന്നതെങ്കിൽ NEET എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. ഇനി അതല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് CUETക്ക് പഠിക്കണം. അപ്പോൾ അവിടെ ഉള്ള പരീക്ഷയും CUETക്കുള്ള എൻട്രൻസ് പരീക്ഷയും എല്ലാം ഈ പറഞ്ഞ NCERT എക്സാം ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. +2 കഴിഞ്ഞിട്ട് ഏത് എൻട്രൻസ് പരീക്ഷ എടുത്ത് നോക്കിയാലും അതിൻ്റെ ഒക്കെ സിലബസ് കിടക്കുന്നത്, അതിൻ്റെ റൂട്ട് കിടക്കുന്നത് NCERT സിലബസ് ബേസ് ചെയ്തുകൊണ്ടാണ്, അവിടെ SCERT ബേസ് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി +1 സ്റ്റേറ്റ് സിലബസിൽ തന്നെ, അതായത് കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ +1 അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും അവിടെയും കുട്ടിക്ക് പഠിക്കാനുള്ളത് NCERT സിലബസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, 8ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ CBSEയിൽ പഠിച്ചു, കുറച്ച് ഡീപ്പറായിട്ട് സിലബസ് ഒക്കെ പഠിച്ചു. 8ഉം 9ഉം 10ഉം കുറച്ച് ലിബറൽ ആയിട്ട് അത്ര അധികം ഡീപ്പർ അല്ലാത്ത രൂപത്തിൽ സ്റ്റേറ്റ് സിലബസിൽ കുട്ടി പഠിച്ചു, നല്ല മാർക്ക് കിട്ടി, 10ാം ക്ലാസ്സിൽ SSLC എക്സാം പാസ്സായി. വീണ്ടും കുട്ടി +1 സ്വിച്ച് ചെയ്യുന്നത് NCERT അല്ലെങ്കിൽ CBSEയിൽ പഠിക്കുന്ന
CBSE +1 കുട്ടികളും സ്റ്റേറ്റ് സിലബസിൽ +1 കുട്ടികളും പഠിക്കുന്നത് രണ്ടും സെയിം സിലബസ് ആണ്, NCERT സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ അവിടെ എന്തുണ്ട്, അവിടെ കുറച്ചുകൂടെ നല്ലത് 10ാം ക്ലാസ് വരെ CBSE തന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കാണ് അല്ലേ? സ്വാഭാവികമായിട്ടും അത് തന്നെയാണ്. ഇനി അതേസമയം സ്റ്റേറ്റ് സിലബസിൽ ഒരു കുട്ടി എന്താണ് 10ാം ക്ലാസ് വരെ പഠിച്ചു, സ്വാഭാവികമായിട്ടും +1ലേക്ക് NCERT ആണ്, അത്യാവശ്യം കടുകട്ടിയുള്ള സിലബസ് ആണ്. 10ാം ക്ലാസ് വരെ അത്ര കടുകട്ടി അല്ലാത്തൊരു സിലബസ് പഠിച്ചൊരു കുട്ടി +1ലേക്ക് അത്യാവശ്യം ഹാർഡ് ലെവലിലുള്ള ഒരു സിലബസ് സ്വിച്ച് ചെയ്യുമ്പോൾ നല്ല രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാവും. നമുക്കറിയുന്ന പോലെ തന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പോർഷൻസ് ആണ്, 9th നമ്മൾ പഠിക്കുന്ന പോർഷൻസ് ആണ്, അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് 11th നമ്മൾ പഠിക്കുക. അതായത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളുടെ ഒരു അഡ്വാൻസ് വേർഷൻ ആണ് 11ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആണ് 12th ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 10ലും 9ലും ഒക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു കുട്ടി +1ലേക്ക് NCERT, +2ലേക്ക് NCERTയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ബേസ് ലെവൽ ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളൊന്നും ചെയ്യാത്ത കുട്ടികളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലോണം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു ഒരാളാണ്. എനിക്കറിയാം 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ഒരു രീതിയേ ആയിരുന്നില്ല +1 +2 പഠിച്ച സമയത്ത്. നമ്മൾ +1ലെ ആദ്യത്തെ ഒരു മാസമൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും കമ്പയർ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക കേട്ടോ. അതായത് 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് നല്ല മാർക്കും ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും +1ലും +2ലും ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അതേസമയം 10ാം ക്ലാസ് വരെ CBSEയിൽ തന്നെ ഫോളോ ചെയ്തൊരു കുട്ടിക്ക്, നല്ല മാർക്ക് കിട്ടിയ കുട്ടിക്ക്, നല്ലോണം ഡീപ്പായിട്ട് നല്ല കോൺസെപ്റ്റ് സെറ്റ് ചെയ്തൊരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും +1ലും +2ലും ഒരല്പം ഈസി ആയിരിക്കും. കൺസെപ്റ്റുകൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അഡ്വാൻസ് ലെവൽ സിലബസ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ബ്രിഡ്ജ് കുട്ടിക്ക് കിട്ടും. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ ഫൗണ്ടേഷൻ പോലത്തെ, ഇപ്പോൾ എക്സാമിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടെ ചെറിയ സബ്ജക്ട്സ് ചെറിയ രൂപത്തിലൊക്കെ അഡ്വാൻസ് ലെവലിൽ എന്ത് ചെയ്യും, അവർക്ക് ചെറിയ ക്ലാസ്സിൽ 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളുണ്ട്, CBSEയിലെ കുട്ടികളുണ്ട്. അവർക്ക് കുറച്ച് അഡ്വാൻസ് ലെവലിൽ അവർ സ്കൂളിൽ പഠിക്കുന്ന പോർഷൻസിനെക്കാളും അടിപൊളിയായിട്ട്, കുറച്ച് അഡ്വാൻസ് ആയിട്ട്, ഈസിയർ ആയിട്ട് കൺസെപ്റ്റുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. അതല്ലാത്ത കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, CBSEയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും എന്ത്, നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഇനിയിപ്പോൾ JEE NEET, നേരത്തെ നമ്മൾ പറഞ്ഞു ഈ എക്സാമുകൾ, JEE NEET CUET എക്സാമുകൾ, ഇത് മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് UPSC എക്സാമിന് പോകണം, UPSCക്ക് പോയിട്ട് ഒരു IAS കാരനോ IPS കാരനോ IFS കാരനോ സിവിൽ സർവൻ്റ് ആവണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു SSC എക്സാം എഴുതണം. ഗവൺമെന്റിന്റെ നാഷണൽ ലെവലിലുള്ള എക്സാമുകളുടെ ഒക്കെ അടിസ്ഥാനം ഈ പറഞ്ഞ NCERT പുസ്തകമാണ്. സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ 6ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള +2 വരെയുള്ള NCERTയുടെ മുഴുവൻ സബ്ജക്റ്റുകളുമാണ് ആദ്യത്തെ അവരുടെ പഠന ബുക്ക് എന്ന് പറയുന്നത്. അത് പഠിച്ചുകൊണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ ലൈൻ ബൈ ലൈൻ തറോ ആയിട്ട് അവർ കൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്തുകൊണ്ടാണ് അവർ അടുത്ത അവരുടെ സിലബസ് തുടങ്ങുന്നത്. അപ്പോൾ NCERT ആണ് നാഷണൽ ലെവലിലുള്ള ഏതൊരു എക്സാമിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ CBSE പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ആസ്പയർ ചെയ്യുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് NCERT സിലബസ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാവും. SCERTയിൽ 10 വരെ പഠിച്ചു, പിന്നെ ഒരു ജമ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ബ്രിഡ്ജ് പ്രോപ്പർ ആയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ട് എങ്കിൽ, CBSEക്കാർ പഠിക്കുന്ന പോലെ തന്നെ കുറച്ച് അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ കോൺസെപ്റ്റുകൾ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി മറ്റ് പല റീസൺസും ഉണ്ട്. CBSE സ്കൂളുകളിൽ ഒരുപക്ഷെ ഫീസ് കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ CBSE സ്കൂളുകളിലെ ടീച്ചേഴ്സ് അത്രമാത്രം ക്വാളിറ്റി ഇല്ലാത്തവരായിരിക്കും. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, എല്ലാ CBSE സ്കൂളിൻ്റെ കാര്യമല്ല, ചില സ്കൂളുകളിലെങ്കിലും അത്ര സാലറി കൊടുക്കാൻ കഴിയാത്ത സ്കൂളുകളും മാനേജ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സ്കൂളുകളിലെ ടീച്ചേഴ്സ് ക്വാളിറ്റി കുറഞ്ഞ ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചിങ് ക്വാളിറ്റി കുറവായിരിക്കും, അക്കാഡമിക്സ് പോറായിരിക്കും. ഈ കാരണം കൊണ്ട് മാറുന്ന ആളുകളുണ്ട്.
ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. CBSEയിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്, അതായത് NCERT സിലബസ് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലത് എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.